ഹലോ എവരി വൺ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ ഗോൾഡിൽ എങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്തത് ഇന്നത്തെ ഒരു ട്രേഡായിരുന്നു. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ ട്രേഡ് ഇട്ടിട്ട് ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അറൗണ്ട് ഒരു 1:2 ഒരു $100 അറൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസ്ക് കുറച്ചിട്ടാണ് എടുത്തത്. ഏകദേശം ഒരു 0.5% മാത്രമേ റിസ്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മുടെ ഡിസ്കോഡിൽ ക്ലിയർ ടൈമിൽ ഒരു 12:39 ആകുമ്പോൾ തന്നെ ആ ഒരു അനാലിസിസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഈ ഒരു മേജർ ഏരിയയിൽ നിന്ന് ഒരു 50 മിനിറ്റത്തെ ഒരു മേജർ ഏരിയ ആണ്. അവിടുന്ന് മാർക്കറ്റ് ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ബെയറിഷ് മൂവ്മെന്റ് കുറച്ചും കൂടി സ്പീഡ് ആവണത്, കുറച്ചും കൂടി ഇമ്പൾസീവ് ആവണതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് റീടെസ്റ്റ് കിട്ടിയപ്പോഴാണ് നമ്മളൊരു സെൽ ഓഫിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഫസ്റ്റ് ടാർജറ്റ്, ഇവിടെ ഒരു സെക്കൻഡ് ടാർജറ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ഇതിന്റെ ചാർട്ടിലോട്ട് ഒന്ന് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് 50 മിനിറ്റിലാണ് ഈ ഒരു പെയർ ഗോൾഡിനെ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു സ്ട്രോങ് ഈവനിങ് സ്റ്റാർ മാർക്കറ്റ് ഫോർമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ വരെയായിരുന്നു ഞാൻ ടാർജറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതുവരെ മാർക്കറ്റ് ഫാളോ ആവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ട്രേഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ 1 മിനിറ്റിലാണ് ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു 50 മിനിറ്റിത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് വന്ന്, ഓക്കെ, ആ ഒരു 50 മിനിറ്റിത്തെ മേജർ റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് നമുക്കൊരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ മാർക്കറ്റ് അതുവരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മുകളിലോട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഇമ്പൾസീവ് ആയിരുന്നു. ആ ഒരു മേജർ ഏരിയ എത്തിയതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് താഴോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. പിന്നീട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിന്റെ ശേഷം ക്ലിയർ ആ ഒരു സോണിലോട്ട് റീടെസ്റ്റ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തത്. നമ്മൾ ഇവിടുന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടുന്ന് റിജക്റ്റ് ആവുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ട്രേഡ് കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് ഏകദേശം ഒരു 1:2 അറൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു $94 നമുക്ക് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയത്. അറൗണ്ട് ഒരു 0.5% മാത്രമാണ് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് 45 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു $94 മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തത്.